പാഠം 281. ഒരു വില്ലേജ് ഓഫീസറുടെ തലവേദനകൾ. ഹലോ. അതെ സാർ. അയ്യോ സാർ, ഇന്ന് നടക്കും തോന്നില്ല. കളക്ടർ റിപ്പോർട്ട് വെച്ചിരിക്കുന്നത് ഇന്നാ. തഹസിൽദാരുടെ റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കണമെന്ന് കഴിഞ്ഞ മാസമേ പറഞ്ഞതാ. ഞങ്ങളാകെ 4 പേരല്ലേ ഉള്ളൂ. പക്ഷെ സാർ, ഞങ്ങളെന്താ മനുഷ്യരല്ലേ? എനിക്ക് സൗകര്യം എന്ത് ചെയ്യും? എന്താ മോഹനേട്ടാ? സർക്കാർ ഹോമിയോ ആശുപത്രിയുടെ സ്ഥലമെടുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് തന്നെ കൊടുക്കണമെന്ന് തഹസിൽദാർ കഴിഞ്ഞ മാസമേ പറഞ്ഞതാ. അത് തീർക്കാനുള്ള പങ്കപ്പാടില്ല ഞങ്ങൾ. അതുകൊണ്ടെന്താ? കഴിഞ്ഞ ആഴ്ച കളക്ടർ വിളിച്ചു പറഞ്ഞു വില്ലേജിന്റെ പുറമ്പോക്ക് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് എഴുതി കളക്ടർക്ക് എത്തിക്കണമെന്ന്. തന്നിരിക്കുന്ന സമയം കൃത്യം ഇന്ന് വരെ. രണ്ടും കൂടി നടക്കില്ല എന്ന് കളക്ടറോട് പറയാൻ പറ്റുമോ? അതുകൊണ്ട് സമ്മതിച്ചു. ഞാൻ സമ്മതിച്ച വിവരം അറിഞ്ഞപ്പോ മുതൽ ശിശുപാലനും സ്വയംപ്രഭയും കാഞ്ചനയും മുഖം വീർപ്പിച്ച് ഇങ്ങനെ നടക്കുക. കളക്ടർ മുമ്പ് ആളാവാൻ ഞാൻ കയറി ഏറ്റ പോലെയാ. ഇപ്പൊ എന്താ ഉണ്ടായത് അത് പറ. ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറാ വിളിച്ചത്. റീസർവേയുടെ കണക്കുകൾ ഇന്ന് തന്നെ അങ്ങേര് കിട്ടണമെന്ന്. അതുകൂടി ഉണ്ടാക്കണമെങ്കിൽ മിനിമം 2 ജോലിക്കാരോട് വേണ്ടി വരും. അത് ഡെപ്യൂട്ടി തഹസിൽദാരോട് പറഞ്ഞതാണല്ലോ. അങ്ങേർക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ പിന്നെ എന്ത് ചെയ്യും? മിക്കവാറും അവിടെ ഇരിക്കുന്ന കടലാസിലൂടെ ഞാൻ അടുത്ത് അടുപ്പിലിടും. നോക്കിയോ. മോഹനേട്ടാ, ഇത്തരം സാഹചര്യങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഒന്നെങ്കിൽ ഡെപ്യൂട്ടി തഹസിൽദാരോട് ഇത് നടക്കില്ല എന്ന് പറയണം, അല്ലെങ്കിൽ എങ്ങനെങ്കിലും ജോലി തീർത്തു കൊടുക്കണം. ഇത് രണ്ടും നടക്കില്ല. ജോലി ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് തീർക്കാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമേ അല്ല. എങ്കിൽ പിന്നെ അത് ഡെപ്യൂട്ടി തഹസിൽദാരോട് പറയാവുന്ന കാര്യമല്ലേ? നിന്റെ വക്കീൽ ഓഫീസ് പോലെ അല്ല ഇത്. മേലുദ്യോഗസ്ഥർ പറയുന്നത് കീഴുദ്യോഗസ്ഥർ അനുസരിക്കണം. റവന്യൂ വകുപ്പ് എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തിന്റെ പര്യായമാണ്. പോലീസ് വകുപ്പിൽ പോലുമില്ല ഇമാതിരി അച്ചടക്കം. ഇതൊക്കെ മോഹനേട്ടന് മാത്രം തോന്നുന്ന കാര്യങ്ങളാണ്. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് റവന്യൂ വകുപ്പിനെ കുറ്റം പറയരുത് എന്ന്. ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തീർക്കാൻ ഞങ്ങൾക്കറിയാം. നിന്റെ സഹായം വേണ്ട. അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്നൊരു പ്രയോഗമുണ്ട്. അത് ഇതാണ്: സർക്കാർ പുറമ്പോക്കിന്റെ കണക്കെടുത്ത് റിപ്പോർട്ട് എഴുതി ഇന്ന് വൈകുന്നേരത്തിനകം കളക്ടറേറ്റിൽ എത്തിക്കാൻ പറഞ്ഞത് ഞാനല്ല, കളക്ടറാണ്. സർക്കാർ ഹോമിയോ ആശുപത്രിക്ക് വേണ്ടി കണ്ടെത്തിയ സ്ഥലം ഏറ്റെടുക്കുന്ന സംബന്ധിച്ച റിപ്പോർട്ട് ചോദിച്ചതും ഞാനല്ല, തഹസിൽദാരാണ്. ഏറ്റവും ഒടുവിൽ റീസർവേയുടെ കണക്കുകൾ ചോദിച്ചത് ഞാനല്ലേ അല്ല, ഡെപ്യൂട്ടി തഹസിൽദാര് രാജേന്ദ്ര സാറാണ്. അവർ അവരുടെ കീഴുദ്യോഗസ്ഥനായ മോഹനകൃഷ്ണനോട് വല്ലതും പറഞ്ഞതിന്റെ പേരിൽ എന്നെ പഠിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർ പറഞ്ഞതിന് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയാം. ആ കാര്യത്തിൽ നിന്റെ സഹായം എനിക്ക് വേണ്ട. ഞാൻ സഹായിക്കാൻ വന്നതല്ല. മോഹനേട്ടൻ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു, അതിലൊരു അഭിപ്രായം പറയാൻ വന്നതാണ്. അതെനിക്ക് പറഞ്ഞൂടെ? ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായവും എനിക്ക് വേണ്ട. മോഹനേട്ടാ, ഒരു കാര്യം മാത്രം ഞാൻ പറയാം. കാന്തല്ലൂർ എന്നത് കേരളത്തിലെ ഒരേ ഒരു വില്ലേജ് അല്ല. 1634 വില്ലേജുകളിൽ ഒന്ന് മാത്രമാണ്. മോഹനകൃഷ്ണൻ എന്നയാൾ റവന്യൂ വകുപ്പിലെ ഒരേ ഒരു ജീവനക്കാരനുമല്ല. 10,000 പേരിൽ ഒരാൾ മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിൽ പുറമ്പോക്കിന് കണക്കന്വേഷിക്കുന്നത് പുതിയ സംഭവമല്ല. ആശുപത്രിക്കായി സ്ഥലം എടുക്കുന്നതും പുതിയ കാര്യമല്ല. റീസർവേയുടെ കണക്ക് ചോദിക്കുന്നത് സർവ്വസാധാരണമാണ്. പക്ഷേ ഇവിടെ കാന്തല്ലൂർ വില്ലേജിൽ മാത്രം അതൊക്കെ വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാ? വില്ലേജ് ഓഫീസറുടെ ആധിപത്യം. അമിതമായി ജോലി വരുമ്പോൾ ഇത് നടക്കില്ല എന്ന് പറഞ്ഞാൽ മേലധികാരികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇങ്ങനെ മറ്റുള്ളവരെ സുഖിപ്പിച്ചും സോപ്പിട്ടും ആളാവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് മോഹനേട്ടൻ ഇത്ര ടെൻഷൻ ഉണ്ടാവുന്നത്. ഇപ്പൊ നീ പറഞ്ഞത് അറിവില്ലായ്മ. എനിക്ക് ഒരു മേലധികാരികളെ സോപ്പിടേണ്ട കാര്യമില്ല. പക്ഷേ ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിലുള്ള എന്റെ ജോലി ഞാൻ ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ. എങ്ങനെ ചെയ്യും? മോഹനേട്ടൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല ഇത്. കാഞ്ചനയും സ്വയംപ്രഭയും മോഹനേട്ടനെ പോലെ മേലധികാരികളെ സോപ്പിട്ട് ജീവിക്കുന്നവരല്ലാത്തത് കൊണ്ട് അവർ സഹായിക്കില്ല. സഹായിച്ചില്ലെങ്കിൽ വിവരം അറിയവര്.
ഒന്നും സംഭവിക്കില്ല. ചെയ്യാവുന്നതിൽ കൂടുതൽ ജോലി ചെയ്യാൻ ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. ജോലി തീരാതെ വന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും മോഹനേട്ടന് പറ്റില്ല. മോഹനേട്ടാ, ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മോഹനേട്ടന് മനസ്സിലായല്ലോ. ഡെപ്യൂട്ടി തഹസിൽദാരെ വിളിച്ച് റിപ്പോർട്ട് ഇന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാ. അത്രയുള്ളൂ കാര്യം. ദേ, രാജേന്ദ്ര സാറിന് വേണ്ടി കാഞ്ചനയെ സ്വയംപ്രഭയെ പിണക്കിയാൽ നഷ്ടം മോഹനേട്ടനായിരിക്കും. നാളെ അവരുടെ കൂടെ ജോലി ചെയ്യേണ്ടത് മോഹനേട്ടനാണ്. വിളിച്ചു പറ മോഹനേട്ടാ. ഒരു ഡെപ്യൂട്ടി തഹസിൽദാരെ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ റവന്യൂ മന്ത്രിയെ കാണുമ്പോ മോഹനേട്ടൻ പേടിച്ച് മൂത്രം ഒഴിക്കൂലോ. വിളിക്ക് വിളിക്ക്. എടുത്തു നോക്ക്. ഹലോ, ഞാൻ രാജേന്ദ്രനാ. രാജേന്ദ്ര സാർ. സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. ആ റീസർവേയുടെ റിപ്പോർട്ട് ഇന്നലെ വേണം മോനകൃഷ്ണ. യാതൊരു കാരണവശാലും വൈകരുത്. മന്ത്രിയുടെ നിർബന്ധമാണ് ഇതിന് പിന്നിൽ. മോനകൃഷ്ണ ആയതുകൊണ്ട് കാര്യം കൃത്യമായി നടക്കുമെന്ന് ഞാൻ മന്ത്രിയോട് പറഞ്ഞു. ശരി സാർ. ഹലോ, എന്തു പറഞ്ഞു? മന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് റീസർവേ നടക്കുന്നതെന്ന്. ഇന്ന് തന്നെ റിപ്പോർട്ട് കൊടുത്തേ പറ്റൂ. അത്യാവശ്യമായതുകൊണ്ടാ എന്നെ തന്നെ ഏൽപ്പിച്ചെന്ന രാജേന്ദ്ര സാർ പറയുന്നത്. ഇതിനെയാണ് സായിപ്പിനെ കാണുമ്പോ കവാത്ത മറക്കാന്ന് പറയുന്നത്. അങ്ങോട്ട് വിളിച്ച് ഇന്ന് റിപ്പോർട്ട് തരാൻ പറ്റില്ല എന്ന് പറയാനിരുന്ന മോഹനേട്ടനെ ഡെപ്യൂട്ടി തഹസിൽദാർ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പറയാനിരുന്ന കാര്യം മറന്നുപോയി. ഞാൻ മറന്നൊന്നുമല്ല. മന്ത്രി തന്നെ ഇടപെട്ട വിഷയത്തിൽ ഞാൻ എങ്ങനെയാ പറ്റില്ലെന്ന് പറയുന്നത്? പോവാനിറങ്ങാണോ? കാപ്പി കുടിക്കണ്ടേ? ഇനി കാപ്പി പിടിച്ചിറങ്ങുമ്പോ സമയത്തിലാവും. സ്വയംപ്രഭയും കാഞ്ചനയും ശിശുപാലനും ഒക്കെ നേരത്തെ ആഫീസിലെത്തി കാണും. നേരത്തെ വരാൻ പറഞ്ഞതിന്റെ പേരിൽ അവർ ഇപ്പോഴേ മുഖം ഇങ്ങനെ വീർപ്പിച്ചോണ്ടിരിക്കുകയായിരിക്കും. ഇനി ഞാൻ വൈകും കൂടെ ചെന്നാ അതായിരിക്കും അടുത്ത പ്രശ്നം. മോഹനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ മോഹനേട്ട ദേഷ്യപ്പെടരുത്. അപ്പോഴേ മനസ്സിലായല്ലോ നീ എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണ് പറയാൻ പോകുന്നതെന്ന്. മോഹനേട്ടന് പ്രയോജനമുള്ളൊരു കാര്യമാണ്. അതെന്താണ്? മോഹനേട്ടൻ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ജോലി കൃത്യമായിട്ട് ചെയ്യും. കൈക്കൂലി വാങ്ങില്ല. ഇത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. അതെ, പക്ഷേ ഒരു ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ മോഹനേട്ടൻ ഒരു പരാജയമാണ്. ടീം ക്യാപ്റ്റനോ? ഞാനെന്താ ഫുട്ബോൾ കളിക്കാൻ പോവാണ്? ഫുട്ബോൾ മാത്രമല്ല കളി. 3-4 ജീവനക്കാരുള്ള ഒരു ആഫീസ് നടത്തിക്കൊണ്ടു പോകുന്നതും ഒരു തരത്തിൽ കളിയാണ്. അത് വക്കോൽ ആഫീസിൽ. വില്ലേജ് ആഫീസ് ഒരു കളിയേയല്ല, കാര്യമാണ്. മോഹനേട്ടാ, അധികാരം ഉപയോഗിച്ച് മാത്രം നമുക്ക് ആരെ കൂടെ നിർത്താൻ പറ്റില്ല. മോഹനേട്ടന്റെ കീഴിൽ ജോലി ചെയ്യുന്ന കാഞ്ചനയും സ്വയംപ്രഭയും ശിശുപാലൻ ചേട്ടനും നിവർത്തികേട് കൊണ്ട് മാത്രം മോഹനേട്ടൻ അനുസരിക്കുകയാണ്. മോഹനേട്ടന്റെ താളത്തിന് തുള്ളുകയാണ്. അങ്ങനെ ജോലി ചെയ്യിക്കുന്നത് കൊണ്ടാണ് മോഹനേട്ടൻ ഇത്ര കഷ്ടപ്പെടേണ്ടി വരുന്നത്. മോഹനേട്ടന്റെ അത്യാവശ്യങ്ങൾ അവരുടെയും അത്യാവശ്യങ്ങളായി അവർക്ക് തോന്നണം. മോഹനേട്ടൻ ടെൻഷൻ ആവുമ്പോ അവരും ടെൻഷൻ ആവണം. മോഹനകൃഷ്ണ സാർ ഒരു വലിയ പ്രശ്നത്തിലാണ്. നമുക്ക് അദ്ദേഹത്തെ സഹായിക്കണം എന്നൊരു ചിന്ത അവർക്കുണ്ടാവണം. ഈ നൂറ്റാണ്ടിൽ അതുണ്ടാവാൻ പോകുന്നില്ല. കാഞ്ചനയും സ്വയംപ്രഭയും ശിശുപാലനെയും നിനക്ക് അറിയാൻ പാടില്ല. അതെന്തുകൊണ്ടാണ്? മോഹനേട്ടൻ അവരോട് പട്ടാള ചിട്ടയിൽ പെരുമാറുന്നത് കൊണ്ട്, അവരോട് അല്പം പോലും സ്നേഹം കാണിക്കാത്തത് കൊണ്ട്. അത് മാറി അവരുടെ കാര്യങ്ങളിൽ മോഹനേട്ടൻ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് അവരറിഞ്ഞാൽ അവര് മാറും. ശിശുപാലൻ ചേട്ടന്റെ ഭാര്യയുടെ പേരെന്താണ്? പേരെന്താന്ന്? 5-6 വർഷമായി നിഴൽ പോലെ കൂടെയുള്ള ശിശുപാലൻ ചേട്ടന്റെ ഭാര്യയുടെ പേരറിയില്ല. ശിശുപാലൻ ചേട്ടൻ എത്ര മക്കളാണ്? എത്ര മക്കളാണ്? 2. അവരുടെ പേര്? ഇനിയിപ്പോ അതോടെ അന്വേഷിക്കാൻ പോണു. അവരേത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒന്നും അറിയില്ല. ഇങ്ങനെയുള്ള ഒരാൾ ശിശുപാലൻ ചേട്ടൻ ഒരാവശ്യം വന്നാൽ സഹായിക്കുന്ന എങ്ങനെയാണ്? മോഹനേട്ടാ, വലിയ ഓഫീസറാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കീഴ് ജീവനക്കാരെ നയപരമായി കൈകാര്യം ചെയ്യാനുള്ള സാമർത്ഥ്യം കൂടി വേണം. മോഹനേട്ടന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ മോഹനേട്ടന് ആവശ്യമുള്ള 3 റിപ്പോർട്ടും അവരെ കൊണ്ട് തന്നെ ഞാൻ എഴുതി വാങ്ങിച്ചേ. അതിന് ആദർശവും അച്ചടക്കവും പറഞ്ഞ് ചാടി കടിച്ചാൽ പോരാ, ബുദ്ധി വേണം. ആ ബുദ്ധി എനിക്കുണ്ട്, മോഹനേട്ടൻ ഇല്ല.
അതേത് ബുദ്ധി? അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടോ? ചുമ്മാ ഒന്ന് ചോദിച്ചാലോ? നീ എന്താ പറഞ്ഞു വന്നത്? കാഞ്ചനയും സ്വയംപ്രഭയും കൊണ്ട് റിപ്പോർട്ട് എഴുതിക്കാനുള്ള ബുദ്ധി നിനക്കുണ്ടെന്നോ? അതെങ്ങനെ? അതങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞുതരാൻ പറ്റില്ല. വലിയ ബുദ്ധിയല്ലേ, അപ്പോൾ തക്കതായ പ്രതിഫലവും കിട്ടണം. പ്രതിഫലോ? നിനക്കോ? മോഹനേട്ടൻ ഏത് നൂറ്റാണ്ടല്ല ജീവിക്കുന്നത്? എന്റെ മോഹനേട്ടാ, ഇക്കാലത്ത് ഏതെങ്കിലും ഒരു നല്ല ഐഡിയ ആർക്കേലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഫീസ് ഉണ്ട്. മോഹനേട്ടന് ഈ വിഷയം പരിഹരിക്കാനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ട് എന്നോട് സംശയം ചോദിക്കുന്നു. ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കി തരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ലാഭം വേണമല്ലോ. ഇത് വക്കീൽ ഓഫീസ് അല്ല, വീടാണ്. വീട്ടില് പരസ്പരം സഹായിക്കുന്നതിന് ആരും അങ്ങനെ ഫീസ് ഒന്നും വാങ്ങാറില്ല. വീടാണെന്നുള്ളത് ഞാൻ സമ്മതിച്ചു, പക്ഷെ സഹായം ചോദിച്ചത് വീട്ടുകാര്യത്തിനല്ലോ, ഓഫീസ് കാര്യത്തിനല്ലേ. അപ്പോൾ എന്തായാലും ഫീസ് കിട്ടിയേ പറ്റൂ. നടക്കില്ല. എങ്കിൽ പിന്നെ വേണ്ട. ശരി. ഓ, വിജയലക്ഷ്മി, ഞാനൊരു കാര്യം പറഞ്ഞത് എന്തായി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് നടക്കുമെന്ന്. ഇപ്പൊ നിനക്ക് മനസ്സിലായ വിധിയെ ഞാൻ ആരാണെന്ന്? എന്റെ ഐഡിയ കൊള്ളാമെന്ന് നീ സമ്മതിച്ചല്ലോ. ഇവിടെ ഓരോരുത്തർക്ക് എന്റെ ബുദ്ധി വേണം, പക്ഷേ 10 പൈസ മുടക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു സേവനം ചെയ്തു കൊടുക്കേണ്ട കാര്യമുണ്ടോ? പിന്നല്ലാതെ. ശരിയപ്പോ സാർ പോയില്ലായിരുന്നു? എന്താ ഐഡിയ? എന്താ ഐഡിയ? അവരെ കൊണ്ട് ജോലി ഏൽപ്പിക്കാൻ എന്താ ഐഡിയ? എന്റെ പ്രതിഫലം എത്രയാ? എത്ര വേണം? എത്ര തരും? 10 രൂപ. 10 രൂപ? അത് ധർമ്മം ചോദിക്കാൻ വരുന്നവർക്ക് കൊടുത്താ മതി. 10 രൂപ. എന്ത് അത്യാവശ്യം വന്നാലും ശരി, വില്ലേജ് ഓഫീസറുടെ പിശുക്കിന് മാത്രം ഒരു കുറവില്ല. 20 രൂപ. ഇതെന്തോന്ന് മീൻ ചന്തയോ? ഇതൊന്നും നടക്കില്ല മോഹനട്ടാ. എനിക്കൊരു പട്ടുസാരി വാങ്ങിത്തരാമെങ്കിൽ ഐഡിയ പറഞ്ഞുതരാം. ഐഡിയയും സാരി തമ്മിൽ എന്താ ബന്ധം? ഐഡിയയും സാരിയും തമ്മിൽ ബന്ധമില്ല, ഐഡിയയും ഞാനും തമ്മിലാണ് ബന്ധം. അതുപോലെ സാരിയും ഞാനും തമ്മിൽ ബന്ധമുണ്ട്. ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുത്തു ഓർത്ത് ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. എന്റെ വ്യവസ്ഥ സമ്മതമാണെങ്കിൽ പറ, ഐഡിയ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇത് എന്തുവല്ല? ഒരു പട്ടുസാരിക്ക് എന്തുപോലെ വരും? അതിപ്പോ സാരിയുടെ ഗുണനിലവാരം അനുസരിച്ചിരിക്കും. 1000 രൂപയ്ക്ക് കിട്ടുന്ന സാരിയുണ്ട്, 1 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന സാരിയുണ്ട്. ഈ സാരി എന്ന് പറയുന്ന സാധനം തുണി തന്നെയല്ലേ, സ്വർണ്ണമൊന്നുമല്ലല്ലോ. സ്വർണത്തിനാണോ ലോകത്ത് ഏറ്റവും കൂടുതൽ വില? ഒരു സാധനത്തിന്റെ വില നിശ്ചയിക്കുന്നത് ആ സാഹചര്യത്തിൽ അതിന്റെ ആവശ്യം എത്രയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. വിശന്നിരിക്കുന്ന ആൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ളത് ഭക്ഷണമാണ്. രോഗിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതായി തോന്നുന്നത് മരുന്നിനായിരിക്കും. മോഹനേട്ടന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും വില കൂടുതലായിട്ട് തോന്നുന്നത് ഞാൻ പറയാൻ പോകുന്ന ഐഡിയക്കാണ്. അതുകൊണ്ട് എനിക്കൊരു 5000 രൂപയുടെ സാരി വാങ്ങാം. എനിക്കിതിന്റെ ഐഡിയ വേണ്ട. അങ്ങനെ ഒറ്റയടിക്ക് പറയല്ലേ. കളക്ടർക്കുള്ള റിപ്പോർട്ട് കളക്ടർക്കും, താലൂക്ക് ഓഫീസിലേക്കുള്ള തഹസിൽദാർക്കും, റീസർവേയുടെ റിപ്പോർട്ട് ഡെപ്യൂട്ടി തഹസിൽദാർക്കും കിട്ടിയില്ലെങ്കിൽ അതിന്റെ മോശം മോഹനേട്ടനാണ്. എന്നാലും 5000 രൂപ മുടക്കാന്ന് പറഞ്ഞാല് എന്റെ ഐഡിയ കേട്ട് കഴിയുമ്പോ മോഹനേട്ടന് മനസ്സിലാവും ആ ഐഡിയക്ക് 5000 രൂപയുടെ മൂല്യമുണ്ടെന്ന്. എന്ത് പറയുന്നു വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണ സാറ്?
പറ മോഹനേട്ടാ, അടി വേണോ വേണ്ടോ? എനിക്ക് വേറെ പണിയുണ്ട്, പറ. ആ പിന്നെ വാക്ക് പറഞ്ഞിട്ട് സാരി വാങ്ങി തരാതിരിക്കാനും വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നടക്കില്ല. ഞാൻ വാ തുറക്കുന്നതിന് മുന്നേ 5000 രൂപ എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ഉത്തമനാണ്, ഞാൻ വിളിച്ചിട്ട് വന്നതാ. ഞങ്ങൾ സംസാരിച്ച് തീരുമ്പോഴേക്കും 5000 രൂപ എടുത്തോണ്ട് വാ. അലമാരി വെച്ച് പൂട്ടിയിരിക്കുന്ന പൈസയെ കുറിച്ചൊക്കെ എനിക്കറിയാം. 5000 രൂപ. നമസ്കാരം വക്കീലേ. വക്കീൽ ചോദിച്ച എല്ലാ കടലാസും ഉണ്ട്. പുഷ്കരന്റെ കാര്യത്തിൽ എങ്ങനെയെങ്കിലും ഒരു അനുകൂലമായ നിലപാട് ഉണ്ടാക്കി തരണം. ഞാൻ ശ്രമിക്കാം. പിന്നെ പുഷ്കരൻ ഇന്നലെ തന്ന ഫീസ് വളരെ കുറവാണ്. ഉത്തമന്റെ പരിചയക്കാരനാണല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത്. മേലിൽ ഇമ്മാതിരി നക്കാപ്പിച്ച കാശുള്ള കേസിന് എന്നെ വിളിക്കരുത്. എനിക്കിപ്പോ ഒരു ചെറിയ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നതിന് പോലും 5000 രൂപയാണ് ഫീസ്. ചെറിയ ഐഡിയക്ക് 5000 രൂപ തരാൻ ആളുകളുണ്ട് ഉത്തമ. ഓരോരുത്തരും ഓരോ കുഴപ്പങ്ങളിൽ പെടുമ്പോ രക്ഷപ്പെടാൻ എത്ര രൂപ വേണമെങ്കിലും മുടക്കുമല്ലോ. പിന്നെ ഉത്തമ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. കാശ് മുൻകൂർ വാങ്ങാതെ ഇനി ഞാൻ ഒരു കച്ചവടത്തിനുമില്ല. ഒരിത്തിരി മാറോ സാറേ? വക്കീൽ ഭയങ്കര ജാടയിലാണല്ലോ, എന്താ സംഭവം? അവള് അവസരം ചൂഷണം ചെയ്യുക. അവസരം? അതായത് കഴിഞ്ഞ മാസം തഹസിൽദാർ വിളിച്ചു പറഞ്ഞതാ ഹോമിയോ ആശുപത്രിയുടെ സ്ഥലമെടുപ്പിന്റെ റിപ്പോർട്ടിന്റെ കാര്യം. ഇന്ന് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. പറഞ്ഞത് സാറായതുകൊണ്ട് അത് കൃത്യമായിട്ട് ഇന്ന് തന്നെ കൊടുത്തിരിക്കുമല്ലോ. കൊടുക്കണമല്ലോ. കഴിഞ്ഞ ആഴ്ച കളക്ടർ വിളിച്ചു പറഞ്ഞു പുറമ്പോക്കൻ ലിസ്റ്റ് കൊടുക്കണമെന്ന്. അതും ഇന്ന് തന്നെ. ഒരു വിധത്തിൽ അതും കൂടി ഒന്ന് തീർക്കാന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാർ വിളിക്കുന്നത്. റീസർവേയുടെ റിപ്പോർട്ട് ചോദിക്കുന്നു. അതും ഇന്ന് വേണോ? ഡെപ്യൂട്ടി തഹസിൽദാരെ വിട് സാറേ. 4 വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ് ഡെപ്യൂട്ടി തഹസിൽദാരല്ലേ? പക്ഷേ ഡെപ്യൂട്ടി തഹസിൽദാർ വിളിച്ചത് മന്ത്രി പറഞ്ഞിട്ടാ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇന്ന് കുറച്ച് നേരത്തെ വരണമെന്ന് പറഞ്ഞതിന് ഇന്നലെ കാഞ്ചന മുമ്പ് ഉറപ്പിച്ചോണ്ടിരിക്കുക. റീസർവേയുടെ കാര്യം പറയുമ്പോ അവരത് ചെയ്യില്ലെന്നുള്ളത് ഉറപ്പാ. അല്ലെങ്കിൽ തന്നെ ഞാൻ അവരെ കൊണ്ട് അമിതമായി ജോലി ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴേ ഒരു പരാതി ഉണ്ട്. ഈ കാര്യത്തിൽ അവർ 3 പേരും ഒറ്റക്കെട്ട. പ്രശ്നം പറഞ്ഞപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് ഭാമ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചപ്പോ 5000 രൂപ ഫീസായിട്ട് വേണമെന്ന്. അപ്പൊ അതാണ് കാര്യം. സാറേ, ഇതിനു വേണ്ടി സാർ 5000 രൂപയല്ല 5ന്റെ പൈസ മുടക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഞാൻ തീർത്തുതരാം സാറേ. എങ്ങനെ? സാറേ, ഇതൊരല്പം ബുദ്ധി പ്രയോഗിച്ചാൽ പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഞാൻ പറഞ്ഞൊരു ഐഡിയ. എനിക്ക് ഈ കേസിൽ 5 പൈസയുടെ ഫീസ് വേണ്ട. പിന്നെ വല്ലപ്പോഴും ഞാൻ ഓരോരോ കാര്യത്തിന് വലിയ ഓഫീസിലോട്ട് വരുമ്പോ അന്ന് സഹായിച്ചത് ഞാനാണല്ലോ എന്നൊരു സ്മരണ മാത്രം മതി. ഉത്തമൻ ഐഡിയ പറയും. ഈ കാഞ്ചന സാറും സ്വയംപ്രഭ സാറും ശിശുപാല സാറും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതാണല്ലോ പ്രശ്നം. ഏത് ആഫീസിലായിരുന്നാലും തൊഴിലാളികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന പ്രശ്നമാണ് സാറേ. അതുകൊണ്ട് പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ തന്ത്രമാണ് നമ്മൾ ഇവിടെ പ്രയോഗിക്കേണ്ടത്. ഭിന്നിപ്പിച്ചു ഭരിക്കുക. മനസ്സിലായില്ല സാറേ. ആദ്യ കാഞ്ചന സാറിനെ ഒറ്റയ്ക്ക് വിളിച്ച് സോപ്പിട്ട് കൂടെ നിർത്തുക. സാറിന് അവരോടാണ് കൂടുതൽ താല്പര്യമെന്നങ്ങ് പറയുക. അത് പറ്റില്ല. എന്റെ സാറേ, മറ്റേ താല്പര്യമല്ല. അല്ല, സാർ ഉദ്ദേശിച്ച താല്പര്യമല്ല. ഈ സ്വയംപ്രഭ സാറിനെക്കാൾ മിടുക്കി കാഞ്ചന സാറാണെന്ന് സാറങ്ങ് പറയണം. പിടികിട്ടിയ? പെണ്ണുങ്ങളല്ലേ സാറേ, വേറൊരുത്തേക്കാൾ മിടുക്കി നീയാണെന്ന് ഏതൊരു പെണ്ണിനോട് പറഞ്ഞാലും അപ്പ അവൾ അവിടെ വീഴും. പിന്നെ സാറ് പറയുന്നതേ അനുസരിക്കൂ. പക്ഷേ ശിശുപാലൻ എങ്ങനെ കൈകാര്യം ചെയ്യും? അതിന് വേറെ മാർഗം നോക്കണം. ഈ ശിശുപാല സാറ് പുകഴ്ത്തലിൽ വീഴൂല, പക്ഷേ മദ്യത്തിൽ വീഴും. മദ്യം കൊടുക്കാനോ? അതും ഗാന്ധിയനായ ഞാൻ? സാറെ നിക്ക്. ഈ കാലത്ത് കള്ളു കൊടുക്കാതെ ഒന്നും നടക്കൂല. സാറ് വാങ്ങി കൊടുക്കണ്ട. വേറെ ഏതെങ്കിലും വഴിക്ക് കള്ള് കിട്ടുമെന്ന് ശിശുപാല സാറിനെ വിശ്വസിപ്പിച്ചാ മതി. അത് കള്ളം പറയില്ലാവില്ലേ ഉത്തമ? ഒരു കാര്യസാധ്യത്തിനായി കള്ളം പറയണോ ഉത്തമ? എനിക്ക് വയ്യ എങ്ങനെ കാര്യം. എന്റെ സാറെ, മഹാഭാരത യുദ്ധത്തിൽ ദ്രോണനെ കൊല്ലുന്നതിന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രയോഗിച്ച ഒരു തന്ത്ര ഓർമ്മയുണ്ടോ?
ദ്രോണരുടെ ഒറ്റ മകൻ മരിച്ചു പോയി എന്ന് കള്ളം പറയാൻ ധർമ്മപുത്രരോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു. അപ്പൊ സാറ് ചോദിച്ച പോലെ ധർമ്മപുത്രർ തിരിച്ചു ചോദിച്ചു, അയ്യോ കള്ളം പറഞ്ഞ കാര്യം സാധിക്കുന്നത് ശരിയാണോ ഭഗവാനെ എന്ന്. ഉടനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ ചത്ത് കിടന്ന ആനയ്ക്ക് അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു. എന്നിട്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞു. ഓർമ്മയില്ലേ സാർ? അശ്വത്ഥാമാഹത കുഞ്ചര. തന്നെ. സാറേ, ലക്ഷ്യശുദ്ധമാണെന്നുണ്ടെങ്കിൽ മാർഗം മോശമാണെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാറിന്റെ ലക്ഷ്യം എന്താ? നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി 3 റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. അത്രയും ജനക്ഷേമകരമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സാറേ. ഇല്ല അല്ലേ? ഇല്ലെന്ന്. ശരി, ഞാനിതാ വരുന്നു. ഇവിടെ ഇരിക്കാം. അയ്യോ, പോവാണോ? ഞാൻ ഐഡിയ പറഞ്ഞില്ല. നിന്റെ 5000 രൂപയുടെ ഐഡിയ എനിക്ക് വേണ്ട. എനിക്ക് ആവശ്യമുള്ള ഐഡിയ 10 പൈസ മുടക്കാതെ എനിക്ക് കിട്ടി. അതേത് ഐഡിയ? ഭിന്നിപ്പിച്ച് ഭരിക്കുക. അത് ബ്രിട്ടീഷുകാരുടെ ഐഡിയ അല്ലേ? ഇപ്പോ അത് ഉത്തമന്റെ ഐഡിയ. ഞാൻ കേട്ടിരുന്നു ഉത്തമൻ പറഞ്ഞതൊക്കെ. ഒരു കാര്യം സാധിക്കാനായി കള്ളു വാങ്ങി കൊടുക്കാന്നൊക്കെ പറയുന്നത് അതേത് ഗാന്ധിയൻ രീതിയാ? കള്ളു വാങ്ങി കൊടുക്കുന്നില്ലല്ലോ. കള്ളു വാങ്ങി കൊടുക്കുന്നില്ല, പക്ഷെ കള്ളു വാങ്ങി കൊടുക്കാമെന്ന് കള്ളം പറയുന്നു. അത് ശരിയാണോ? ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണ് ശാസ്ത്രം. എന്റെ ലക്ഷ്യം ശുദ്ധമാണ്. അതുകൊണ്ട് മാർഗം മോശമായാലും കുഴപ്പമില്ല. അപ്പോ ഞാനുണ്ടാക്കിയ ഐഡിയ അത് നീ പുഴുങ്ങി തിന്നോ. മുഴുവൻ തിന്നു കഴിയുമ്പോ കുറച്ച് വെള്ളം കൂടെ കുടിച്ചോ. ഇല്ലെങ്കിൽ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടി ചത്തുപോകും. ഉപദേശങ്ങൾ ആരിൽ നിന്നും സ്വീകരിക്കാവുന്നതാണ്. ഒരു ഉപദേശം ആവശ്യമുള്ള സമയത്ത് ഉപദേശിക്കുന്ന ആളിന്റെ സാമർഥ്യത്തെക്കാൾ കിട്ടിയ ഉപദേശത്തിന്റെ സാധ്യത പരിശോധിക്കുന്നതായിരിക്കും നല്ലതെന്ന് മാത്രം. മോഹനകൃഷ്ണന് പക്ഷേ പണച്ചെലവില്ലാത്ത ഒരു ഉപദേശമായിരുന്നു ആവശ്യം. അത്തരം ഉപദേശങ്ങൾ വരുത്തിവെക്കുന്ന പൊല്ലാപ്പുകൾ കണ്ടറിയാൻ കാര്യം നിസാരം തുടർന്ന് കാണും.